ഒരു മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ ഇൻവിസിബിലിറ്റി, അതിൻ്റെ ഡെമണൈസേഷൻ, എങ്ങനെയാണ് നമ്മുടെ ഡെമോക്രസിയുടെ ഒരു ഒരു ചലനരഹിതമായിട്ട് നിർത്തുന്നത്. അതിനെ ചലിപ്പിക്കാൻ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിനും. കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം CPM എപ്പോഴും മുസ്ലിം രാഷ്ട്രീയത്തിനെ അവരുടെ ഒരു എന്താ പറയുക ഒരു പകിടകളിക്കുള്ള ഒരു സാധനം മാത്രമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഇലക്ഷനിൽ പോലും സമസ്ത തുടങ്ങിയിട്ടുള്ള വിവാദങ്ങളിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള യുവജനങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോയിട്ടുള്ള ജനവിഭാഗങ്ങളുള്ള കേരളത്തിലെ മുസ്ലിം ജനസമൂഹത്തിലെ പ്രധാനപ്പെട്ട 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ച് തന്ന വിവാദങ്ങൾ ശരിക്കും ഈ സമുദായത്തിനകത്തുള്ള പുതിയ തരത്തിലുള്ള ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റത്തെയും കാണാതിരിക്കുകയും അത്തരം വിവാദങ്ങളിലേക്ക് അജണ്ടകളെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പൗരത്വ പ്രക്ഷോഭത്തിനെതിരെ എത്ര സംസാരിക്കുമ്പോഴും ഇതിൻ്റെ ആത്മാർത്ഥതയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് സംശയം വരികയും എൻ ബ്ലോക്കായിട്ട് അവർ ഇടതുപക്ഷത്തിനെ കൈയൊഴിയുകയും ചെയ്യുന്നൊരു സമീപനം സ്വീകരിച്ചത്. കേരളത്തിലെ ഈ ഒരു രാഷ്ട്രീയത്തിൽ വളരെ ആക്റ്റീവായിട്ട് ചെറുതാണെങ്കിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് വെൽഫെയർ പാർട്ടി ഇലക്ഷൻ ഈ രാഷ്ട്രീയത്തിൽ എങ്ങനെ കാണുന്നു? നേരത്തെ പറഞ്ഞ സംഗതികളോട് എങ്ങനെ പ്രതികരിക്കും? ഈ 2-3 കാര്യങ്ങളാണ് സൂചിപ്പിക്കുള്ളത്. ഒന്ന്, ഈ കേരള രാഷ്ട്രീയത്തെക്കുറിച്ചാണ് സാദിഖ് എന്നോട് പറഞ്ഞത് പറയാൻ. അതുകൊണ്ട് അതിൽ തന്നെ തുടങ്ങാം. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പിന്നെ കേരളത്തെക്കുറിച്ച് ഞാൻ ഉത്തരേന്ത്യയിലും ധാരാളം സഞ്ചരിക്കുകയും കുറച്ചു കാലം ഉത്തരേന്ത്യയിൽ ജീവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരളം ആണ് ഉത്തരേന്ത്യയേക്കാൾ കമ്മ്യൂണലായി പോളറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള നാട് എന്നാണ്. അത് പിന്നെ 2-3 കാരണങ്ങൾ കൊണ്ടാണ് അത് പിന്നെ എന്താണ് അത് എക്സ്പ്ലോർ ചെയ്യപ്പെടാത്തത് എന്നതാണ്. ഏറ്റവും ഉള്ളിൽ വളരെ ഒരു ഫർണസിനകത്ത് ഇരിക്കുന്നത് പോലെ ഇരിക്കുകയാണ്. ഏത് സമയമാണ് ഇത് പുറന്തള്ളുന്നത് എന്ന് അറിയാൻ പറ്റാത്ത വണ്ണം വളരെ ഡീപ്പായി പിന്നെ മുസ്ലിം വിരുദ്ധത, ദളിത് വിരുദ്ധത അടക്കം പിന്നെ അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്ന, എന്നാൽ അതിനെ വളരെ ഭംഗിയായി മറച്ചു പിടിക്കുന്ന, ഏതാണ്ട് വെള്ള തേച്ച ശവക്കല്ലറ എന്ന് ബൈബിളിലെ പ്രയോഗമുണ്ട്. അതുമാതിരിയുള്ള പുറമേ നല്ല വെള്ള തേക്കുകയും ഉള്ളിൽ ചീഞ്ഞു നാറുന്ന അസ്ഥികൂടങ്ങളുള്ള ശവക്കല്ലറ പോലെ കേരളത്തിലെ ഒരു സാമൂഹ്യ അന്തരീക്ഷം നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത. അതിനെ മറപിടിക്കുന്ന ഒന്നാണ് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം എന്നതാണ്. വളരെ കൃത്യമായി ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്ലാമോഫോബിയ മാത്രമല്ല. ഇപ്പോൾ കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള പ്രസ്താവന പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മുസ്ലിങ്ങൾ കൊണ്ടുപോകുന്നു, ന്യൂനപക്ഷങ്ങൾ കൊണ്ടുപോകുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ പിന്നെ കേരളത്തിലെ ലോക്സഭാ MP-മാരിൽ പകുതി പേര് നായന്മാരാണ്. നായന്മാർ കൊണ്ടുപോകുന്നു എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നെങ്കിൽ അത് ശരിയാകുമായിരുന്നു. ഈഴവർക്ക് കിട്ടേണ്ടത് നായന്മാർ കൊണ്ടുപോകുന്നു. രാജ്യസഭയിലെ മാത്രം ഇപ്പോഴുള്ള വളരെ കാലത്തിന് ശേഷമാണ് രാജ്യസഭയിൽ മുസ്ലിം പ്രാതിനിധ്യം വന്നു തുടങ്ങി തന്നെ. നേരത്തെ മുസ്ലിം പ്രാതിനിധ്യം രാജ്യസഭ ഉണ്ടാവില്ലായിരുന്നു. മുസ്ലിം ലീഗിന് കൊടുക്കുന്ന മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗിന് കൊടുക്കുന്ന സീറ്റ് ഒഴിച്ച് മുസ്ലിങ്ങളെ രാജ്യസഭയിലേക്ക് പിന്നെ കോൺഗ്രസ് അയച്ചത് എൻ്റെ ഓർമ്മയിൽ AR റഹീമിനെ അയച്ചിട്ടുണ്ട്. പഴയ ഇന്ത്യയിലെ അതിപ്രഗത്ഭനായ ഇന്ത്യയിലെ വിദേശകാര്യമന്ത്രിയായിരുന്ന AR റഹീമിനെ. ഇന്ന് അങ്ങനെ ഒരാൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയില്ല. കോൺഗ്രസ്സുകാർ ഓർക്കണമുണ്ടോ എന്നറിയില്ല. എൻ്റെ നാട്ടുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തെയാണ് ലോക്സഭയിൽ അയച്ച. ഇപ്പോൾ ജബി മേത്ര അയക്കുന്നതിന് മുമ്പ് അയച്ചിട്ടുള്ളത്. ഇപ്പോൾ ജബി മേത്ര അയച്ചത് മുസ്ലിം റെപ്രസെൻറ്റേഷൻ അല്ല എന്നത് വേറൊരു കാര്യമാണ്. അത് പൈസയുടെ റെപ്രസെൻറ്റേഷനാണ് എന്നതാണ് മറ്റൊരു കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പിന്നെ അങ്ങനെയുള്ളൊരു സാമൂഹ്യ സ്ഥലത്ത് നിന്നിട്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. വളരെ കൃത്യമാണ് കേരളത്തിലെ ഒരു സാമൂഹ്യ അവസ്ഥ. അത് കേരളത്തിലൊരു വോട്ട് ഷിഫ്റ്റിങ്ങിൽ വന്നൊരു മാറ്റം വേറൊന്നാണ്. ഇപ്പോൾ 2016 ആണ് BDJS വന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. BDJS വന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം പിന്നെ ഈ CPM-ൻ്റെ കോർ കേഡേഴ്സ് നല്ലൊരു പങ്ക് ബാക്ക്വേഡ് ഹിന്ദുസാണ്. ഈഴവർ മാത്രമല്ല, ഈഴവരാണ്. അത് ബാക്ക്വേഡ് OBC-യിൽ ഈഴവരാണ് വലിയ കമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് ഈഴവരാണ് കൂടുതൽ എന്നതേ ഉള്ളൂ. ഈഴവരല്ലാത്ത ബാക്ക്വേഡ് ഹിന്ദുസും പട്ടികജാതി വിഭാഗങ്ങളും പട്ടികവർഗ വിഭാഗങ്ങളിൽ
ഒരു ഭാഗം, പട്ടികവർഗത്തിൽ രണ്ടുമുണ്ട്. കോൺഗ്രസിനും സ്വാധീനമുണ്ട് പട്ടികവർഗത്തിൽ. ഇതാണ് CPM-ൻ്റെ വോട്ട് ബാങ്ക്. അതിനുശേഷം ബാക്കി കമ്മ്യൂണിറ്റികൾ, പിന്നെ ദളിത് ക്രൈസ്തവരിലും CPM-ൻ്റെ വോട്ട് ബാങ്കുണ്ട്. അതേസമയം സവർണ ക്രൈസ്തവരിൽ വോട്ട് ബാങ്ക് കുറവാണ്. മുസ്ലിങ്ങളിലും CPM-ൻ്റെ വോട്ട് ബാങ്ക് കുറവാണ്. അപ്പോൾ ഈ വോട്ട് ബാങ്കിൽ ഷിഫ്റ്റിംഗ് 2016 മുതൽ സംഭവിച്ചു കഴിഞ്ഞു. അത് നമ്മുടെ മുമ്പിൽ 2016 പ്രത്യക്ഷപ്പെടാതിരുന്നത് അന്ന് സാധാരണഗതിയിൽ CPM-ന് കിട്ടാത്ത മുസ്ലിം വോട്ടുകൾ 2016 തെരഞ്ഞെടുപ്പിൽ കിട്ടി എന്നതാണ്. അതിന് കുറേ കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണത്തിന് ശേഷം സംഭവിച്ച ഇതിൽ മുസ്ലിം ലീഗിനോട് മുസ്ലിം കമ്മ്യൂണിറ്റിക്കുള്ള അമർഷം, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലൊക്കെ സംഭവിച്ചിട്ടുള്ള അമർഷമുണ്ട്. പിന്നെ അത്തരം കാര്യങ്ങൾ CPM-ലേക്ക് മുസ്ലിം വോട്ടുകൾ എത്തിപ്പെടാൻ കാരണമായിട്ടുണ്ട് 2016 തെരഞ്ഞെടുപ്പിൽ. അത് ഒരുപക്ഷെ അതൊരു സാമുദായിക സംഘടനകളുടെ പിൻബലമല്ല, മുസ്ലിം കമ്മ്യൂണിറ്റി ബഹുജനങ്ങൾ വോട്ട് ചെയ്ത് വന്നിട്ടുള്ളൊരു മാറ്റമാണത്. അതേസമയം അത് 2019 തെരഞ്ഞെടുപ്പിൽ ആ വോട്ട്, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, 2019 തെരഞ്ഞെടുപ്പിൽ ആ വോട്ടെല്ലാം UDF-ലേക്ക് തിരിച്ചു പോയി. ആ വോട്ട് UDF-ലേക്ക് തിരിച്ചു പോയപ്പോൾ ആണ് ഇടതുപക്ഷം വലിയൊരു പരാജയം വന്ന ആദ്യ തെരഞ്ഞെടുപ്പ്. അതിൽ നമ്മൾ പിന്നെ ശബരിമല ഇഷ്യൂവിനെ കുറിച്ച് പറയുന്നുണ്ട്. ശബരിമല ഇഷ്യൂ അത്ര ആഴത്തിൽ വന്നോന്ന്, ഇപ്പോൾ കണ്ണൂരിലൊക്കെ ശബരിമല ഇഷ്യൂ വരുമോ? കണ്ണൂരിൽ ശബരിമല ഇഷ്യൂ വരണമെങ്കിൽ വരാൻ സാധ്യതയുള്ളത് 2-3 ജില്ലകളിൽ മാത്രമാണ്. അങ്ങനെയല്ല. എനിക്ക് നേരിട്ടറിയാം. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ എന്ത് ശബരിമല ഇഷ്യൂ ഉണ്ടെങ്കിലും കൊല്ലം ജില്ലയിൽ CPM-ന് ഇത്ര വലിയ പരാജയം നേരിടേണ്ട കാര്യം അന്നില്ല. പക്ഷെ അതേസമയം പിന്നാക്ക ഹിന്ദുക്കളുടെ വോട്ട് BJP-യിലേക്ക് അന്ന് കുറച്ച് പോയി. കുറച്ച് വോട്ടുകൾ UDF-ലേക്കും വന്നു എന്നതാണ്. ആ രണ്ടിലേക്കും പോയി കൊണ്ടാണ് ഇടത് വോട്ടുകൾ. പക്ഷേ ആ വോട്ടുകൾ പിന്നീട് ഇടതുപക്ഷത്തിന് ആദ്യഘട്ടത്തിൽ പോയ വോട്ടുകൾ തിരിച്ച് പിന്നെ വന്നിട്ടില്ല. ഇപ്പോൾ ഒരു ചോദിക്കും 2021 BJP-യിലേക്ക് പോയത്, UDF-ലേക്ക് പോയ വോട്ട് തിരിച്ചു വന്നു. അപ്പോൾ 2021 എങ്ങനെയാണ് ഇടതുപക്ഷം ജയിച്ചതെന്ന്? 2021 ഇടതുപക്ഷം ജയിക്കാൻ വേണ്ടി വേറൊരു ഫോർമുലയാണ് അവരുണ്ടാക്കിയത്. ആ ഫോർമുലയെ കേരളത്തിൻ്റെ ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കാൻ വലിയൊരു ഉൽപ്രേരകമായത് ആ ഫോർമുല. അത് മാത്രമൊന്നുമല്ല, പക്ഷെ ആ ഫോർമുലയാണ്. അതിലാണ് അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി പ്രയോഗവും അതിനേക്കാൾ ഉപരിയായിട്ട് അയാ സോഫിയ. ഈ അയാ സോഫിയ വിഷയം മുസ്ലിങ്ങൾക്ക്, എനിക്ക് സത്യത്തിൽ അത് ആ പ്രസ്താവനയ്ക്ക് ശേഷമാണ് ഞാൻ അയാ സോഫിയ വിഷയം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ നോക്കിയത്. എവിടെയൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് കൊടിയേരിയുടെ പ്രസ്താവനയ്ക്ക് ശേഷമാണ്. ബഹുഭൂരിപക്ഷം പേരുമൊക്കെ ഏതാണ്ടൊക്കെ അങ്ങനെ ആയിരിക്കും. വളരെ കൃത്യമായി ഇൻ്റർനാഷണൽ മുസ്ലിം പൊളിറ്റിക്സ് ശ്രദ്ധിക്കുന്ന ആരെങ്കിലും നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു 1% ആളുകൾക്ക് കാണാൻ അറിയുന്നൊരു കാര്യം കേരളത്തിൻ്റെ ക്രിസ്ത്യൻ പൊതുമണ്ഡലത്തിലേക്ക് ഇട്ടു എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ആഴം മനസ്സിലാക്കിയത് എറണാകുളത്ത് ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് ഒരു വാർഡിൽ ഏതാണ്ട് പകുതി ക്രിസ്ത്യനും പകുതി മുസ്ലിങ്ങളും ഉള്ളൊരു വാർഡ്, കുറഞ്ഞ ഹിന്ദു വോട്ടുള്ളൊരു വാർഡിൽ ആണ് വെൽഫെയർ പാർട്ടി മത്സരിച്ചത്, UDF പിന്തുണയോടെയും മത്സരിച്ചത്. അവിടുത്തെ ക്യാമ്പയിനിൽ വന്നിട്ടുള്ള നെഗറ്റീവ് ഫീഡ്ബാക്കിൽ അയാ സോഫിയ വിഷയമാണ് എറണാകുളം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ അയാ സോഫിയ വിഷയമാണ് വലിയൊരു വിഷയമായിട്ട് വരുന്നത്. അയാ സോഫിയ തകർത്ത ആളാണ് ഇവിടെ മത്സരിക്കുന്ന UDF കാൻഡിഡേറ്റ് എന്നാണ് ക്യാമ്പയിൻ. ഇത് ക്രിസ്ത്യൻ വീടുകൾ ഹൗസ് ക്യാമ്പയിനാണ്. അപ്പോൾ ഇതുണ്ടാക്കിയിട്ടുള്ളൊരു മുറിവുണ്ട്. ഇത് വളരെ ഭംഗിയായിട്ട് അതേസമയം വേറൊന്നും കൂടി ആ സമയത്ത് തന്നെ നടക്കുന്നുണ്ട്. ഈ കേരളത്തിലെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് പ്രത്യേകിച്ച് സവർണ ക്രിസ്ത്യാനികൾ എഴുതുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. അതിലൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അവരുടെ പോപ്പുലേഷൻ അതിൽ കുറഞ്ഞു വരുന്നത് 2-3 കാരണങ്ങളാൽ കുറഞ്ഞു വരുന്നുണ്ട്. ഒന്ന്, സീറോ മലബാർ സഭ 2-ലധികം കുട്ടികൾ ഉള്ള ആളുകളുടെ 3-ാമത്തെ കുട്ടിയുടെ എല്ലാ ചിലവും വഹിക്കാമെന്ന് ഓഫർ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അവരിൽ 3-ാമത്തെ കുട്ടി ഉണ്ടാവുന്നില്ല.
അതിന് പിന്നെ കൂടുതലും മൈഗ്രേറ്റ് ചെയ്യുകയാണ് അവരുടെ അതിനി എല്ലാ കമ്മ്യൂണിറ്റിക്കും വരും. കേരളത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കും വരാൻ പോകുന്നൊരു പ്രശ്നം അതായിരിക്കും. മൈഗ്രേറ്റ് ചെയ്യുകയും അവർ പോവുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾ നേരത്തെ ക്രിസ്ത്യാനികളുടെ കുത്തകയായിരുന്ന 2-3 മേഖലകളിൽ മുസ്ലിങ്ങൾ ഉയർന്നു കയറുന്നു. അതിലൊന്ന് വിദ്യാഭ്യാസ മേഖലയാണ്. ക്രിസ്ത്യാനികളുടെ കുത്തകയായിരുന്ന വിദ്യാഭ്യാസ മേഖല. 2 ആതുര മേഖല. ഇത് രണ്ടും ക്രൈസ്തവർക്ക് മാത്രം കേരളത്തിൽ ഏറ്റവും വലിയൊരു മോണോപ്പൊളി എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ തന്നെ ഉണ്ടായിരുന്ന 2 മേഖലകളിലേക്ക് പിന്നെ മുസ്ലിം സംഘടനകൾ തമ്മിലുള്ള മത്സരവും അതിൻ്റെ ഭാഗമാണ്, ഉയർന്നു വരുന്നുണ്ട്. മീഡിയ രംഗത്ത് മുസ്ലിങ്ങൾ അതിശക്തമാണ്. ഇന്ന് ഒരു കമ്മ്യൂണിറ്റി എന്നതിൽ ഏറ്റവും ശക്തമായ മീഡിയകളുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു പ്രശ്നമുണ്ട്. എഡ്യൂക്കേഷൻ രംഗത്ത് ക്രൈസ്തവരുടെ ക്കാൾ മുകളിലേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി ഉയർന്നു വരുന്നു. അപ്പോൾ ഇങ്ങനെ 2-3 പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം, ആ അന്തരീക്ഷത്തിൽ നിന്ന് മുസ്ലിങ്ങളോട് തോന്നുന്ന ഒരു അസൂയ എന്ന് വേണമെങ്കിൽ പറയാം, അത് നിൽക്കുന്ന സമയത്താണ് ഈ ആയാ സോഫിയ വിഷയവും അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി വിഷയം വരുന്നത്. അതേസമയം തന്നെ കോൺഗ്രസ്സിൽ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. കോൺഗ്രസ്സിൽ ക്രിസ്ത്യൻ ലീഡേഴ്സ് ഇല്ലാതായി വരുന്നു എന്നുള്ളത്. ഇന്ന് ക്രിസ്ത്യൻ ലീഡേഴ്സ് കോൺഗ്രസ്സിൽ സ്ട്രോങ് ക്രിസ്ത്യൻ ലീഡറിന് പറയാനില്ല. KPCC പ്രസിഡൻ്റായിട്ട് ഒരു ക്രിസ്ത്യാനി ആക്കണമെന്ന് വെച്ചാൽ കോൺഗ്രസ്സിൽ നിന്ന് പറയാൻ ഒരാളില്ല. അതും പിന്നെ ഒരു പ്രശ്നമാണ്. ഈ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തിയിട്ടാണ് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം അവരുടെ ബാക്ക്ലോഗ് നികത്തിയത്. യഥാർത്ഥത്തിൽ അവരുടെ വോട്ട് തിരിച്ചു പിടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ആ വോട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ സംഭവിച്ചത് വളരെ കൃത്യമായ ചിത്രമാണ്. ഇപ്പോൾ അതിനേക്കാൾ ആഴത്തിലേക്ക് അത് പോയി. യഥാർത്ഥത്തിൽ 2019 ഇലക്ഷനിൽ ഷോക്കടിക്കാത്ത CPMകാർ ഇപ്പോൾ ഷോക്കിൽ നിൽക്കുകയാണ്. ആ ഷോക്കെന്ന് പറഞ്ഞാൽ പുന്നപ്ര വയലാർ രക്തസാക്ഷി സ്മാരകം ഇരിക്കുന്ന ബൂത്തിൽ 3-ാം സ്ഥാനത്താണ് CPM സ്ഥാനാർത്ഥി. കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങളിൽ 2-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്തും പോയി. ഈ വോട്ടുകൾ പോകുന്നത് BJPയിലേക്കാണ് എന്നതാണ് പ്രശ്നം. കോൺഗ്രസ്സിലേക്ക് പോകുന്ന വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ പറ്റും. BDJS അതിനൊരു ഘടകമാണ്. BDJS വലിയ ശക്തിയൊന്നുമല്ല. BDJSൻ്റെ 4 നേതാക്കളുടെ പേര് പറയാൻ പറഞ്ഞാൽ ഇവിടെ ആർക്കും അറിയാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ആകെ തുഷാർ വെള്ളാപ്പള്ളിയെ പറയാമെന്നല്ലാതെ, പിന്നെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആരുടെയെങ്കിലൊക്കെ പേര് ഓർത്ത് പറയാമെന്നല്ലാതെ പിന്നെ പറയാം. പക്ഷേ അതേസമയം BDJS എന്നത് പിന്നെ BJPക്ക് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ഈഴവ മേഖലയിൽ കടന്നു കയറാനുള്ള അത് അവിടെ മാത്രം നിന്നിട്ടൊന്നുമില്ല. അവർ നേരത്തെ തന്നെ വിശ്വകർമ്മ സമൂഹത്തെ നേരത്തെ തന്നെ അവർ കയ്യിലാക്കിയിട്ടുണ്ടായിരുന്നു. ധീവര സമൂഹത്തിൽ തന്നെയുള്ള മലബാറിലെ ധീവരർ നേരത്തെ തന്നെ, അത് അരയ സമൂഹം എന്നറിയപ്പെടുന്നവർ നേരത്തെ തന്നെ BJPയിലേക്ക് ആകർഷിക്കപ്പെട്ടു. പ്രത്യേകിച്ച് മാറാട് സംഭവത്തിൻ്റെ പശ്ചാത്തലമൊക്കെ അതിന് ഉണ്ട്. അതേസമയം തെക്കൻ കേരളത്തിലെ അരയർ കോൺഗ്രസ്സിനെ നല്ലോണം പിന്തുണയ്ക്കുന്നവരായിരുന്നു വലിയൊരു വിഭാഗം. ആ ഭാഗത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കി അവർ നടത്തിയ ഗെയിം പ്ലാൻ വിജയിച്ചിട്ടുണ്ട്. അന്ന് പിന്നെ അതിലേക്ക് പോയ വോട്ടുകൾ ഇപ്പോഴും പിന്നെ നിലനിന്നു എന്നതാണ്. അത് കേവലം ഒരിക്കൽ മാത്രം പോയ സാധനമല്ല, അതിപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് ഇപ്പോഴും ആലപ്പുഴയിലെ റിസൾട്ടിൽ തീരമേഖലയിലെ ബൂത്തുകളുടെ വോട്ടുകൾ പരിശോധിക്കുമ്പോൾ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ